കീം 2026 പരീക്ഷ ആപ്ലിക്കേഷന് മുമ്പ് ഏതൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ വേണമെന്ന് കൃത്യമായിട്ടൊരു ധാരണയില്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. മുഴുവനായും കണ്ട് കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കാരണം ഇപ്പോൾ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആണ്. കീം 2026 നിങ്ങൾക്ക് അപേക്ഷിക്കാം. ജനുവരി 31 വരെ ആ ഒരു പോർട്ടൽ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻസ് കൊടുക്കാം. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഡയറക്റ്റ് ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, ഒന്ന്, കീം എന്ന് പറയുന്നത് വലിയ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഏതിനാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. എഞ്ചിനീയറിംഗ് ആണോ, ഫാർമസി ആണോ, അതും അല്ലെങ്കിൽ ആർക്കിടെക്ചർ, അതുപോലെ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകൾ. അപ്പോൾ നമ്മുടെ ഡോക്ടർ അരുൺ IAS എന്ന് പറയുന്ന പുള്ളിക്കാരനാണ്, വ്യക്തിയാണ്, അദ്ദേഹമാണ് നമ്മളിപ്പോൾ ഈ പ്രവേശന പരീക്ഷയുടെ കമ്മീഷണറായിട്ട് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു സ്റ്റോറി ഇട്ടതനുസരിച്ച് കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇതുവരെയും നിങ്ങൾക്ക് അത് ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. എല്ലാവിധ അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഏതൊക്കെയാണ് ആ ഡോക്യുമെന്റ്സ്? കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 6-7 ഡോക്യുമെന്റ്സ് നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, കരുതി വെച്ചിരിക്കണം. വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ കീം 2026 ജനുവരി മുതൽ ആരംഭിക്കുന്ന അപേക്ഷയ്ക്ക് സർട്ടിഫിക്കറ്റുകൾ മുൻകൂട്ടി തയ്യാറാക്കുക എന്ന് പറയുന്ന ഒരു പുതിയ മാർഗ്ഗനിർദ്ദേശമാണ്. ആവശ്യമായ സർട്ടിഫിക്കറ്റുകളിൽ ഒന്നാമത് വരുന്നത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിൽ, അതായത് CBSE-കാരും അല്ലാതെയും അപ്ലൈ ചെയ്യുന്നതിൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിൽ നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് പ്രധാനമായിട്ടും OBC പോലുള്ള കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് വില്ലേജ് ഓഫീസിൽ നിന്നും ഒക്കെ അപേക്ഷ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് OBC എന്ന് പറയുന്നത്, അതായത് നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിസർവേഷൻ ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അടുത്തത് ജാതി സർട്ടിഫിക്കറ്റ് ആണ്. അത് താലൂക്കിൽ നിന്നാണ് മേടിക്കേണ്ടത്. അത് പ്രധാനമായിട്ടും SC/ST വിഭാഗത്തിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്, അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, അടുത്തത് സാമുദായിക സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെ OEC വിഭാഗക്കാർക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ OBC ആണെങ്കിൽ നോൺ ക്രിമി ലെയർ, OEC ആകുമ്പോൾ നമുക്ക് അതിനെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. ദെൻ വില്ലേജിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് കാര്യമാണ്, അതായത് ഇൻകം സർട്ടിഫിക്കറ്റ്. അത് ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു ടൈം പരിധിക്കകത്ത് തന്നെ ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത് വില്ലേജ് ഓഫീസിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കൈപ്പറ്റിയിരിക്കണം. അതുപോലെ ബാക്കി അഡ്രസ് പ്രൂഫും ബാക്കി കാര്യങ്ങളും, ബേസിക് ആധാറും പിന്നെ SSLC സർട്ടിഫിക്കറ്റും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. പിന്നെ മറ്റ് അർഹതയുള്ള വിഭാഗക്കാർക്ക് വില്ലേജിൽ നിന്നുള്ള ജാതി അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ ആ ഒരു കാറ്റഗറിക്ക് അനുസരിച്ച് മാറും. അപ്പോൾ ഇത്രയുമാണ് മെയിൻ ആയിട്ട് നിങ്ങൾ എന്താണ് അഡീഷണൽ ആയി കരുതി വെക്കേണ്ടത്. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലുള്ള ബേസിക് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ രീതികൾ തന്നെയായിരിക്കും. +2 മാർക്ക് ഷീറ്റ് ഒക്കെ പിന്നീടാണ് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്. ആപ്ലിക്കേഷൻ സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എടുത്തു വെക്കുക. സോ മറ്റു അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളൂ. ഓക്കെ.